അപ്പോൾ നിങ്ങളൊരു ഐഫോൺ യൂസറാണ് എന്നുണ്ടെങ്കിൽ നിരവധി വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഒരു പരാതി അതിന് ഇതുവരെ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും സൊല്യൂഷൻ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു കൃത്യം സൊല്യൂഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഉറപ്പാണ് ഇതധികം ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഞാൻ പോലും ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്കിതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിച്ചത്. മറ്റൊന്നുമല്ല, നമ്മൾ സ്ഥിരം കേൾക്കുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്, നമ്മളുടെ ഫോൺ കോൾ ഹിസ്റ്ററിയിലേക്ക് നോക്കുമ്പോൾ വാട്സാപ്പ് കോളോ അല്ലെങ്കിൽ നിങ്ങൾ IMOയോ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന കോളുകളും വരുന്ന കോളുകളും എല്ലാം നമ്മളുടെ ഫോൺ ആപ്ലിക്കേഷൻ്റെ കോൾ ഹിസ്റ്ററിക്കകത്ത് എപ്പോഴും ഉണ്ടാകും. അതങ്ങനെ കിടക്കുന്നത് മിക്ക ആളുകൾക്കൊരു ബുദ്ധിമുട്ടാകാറുണ്ട്. കാരണം വിളിക്കുന്ന ടൈമിൽ ചിലപ്പം നമ്മൾ നോർമൽ കോൾ ആയിരിക്കും വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ അത് കോൾ പോകുന്നത് ചിലപ്പോൾ വാട്സാപ്പിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ IMOയിലായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു കോൾ ഹിസ്റ്ററിയിൽ നിന്ന് ഈ പറഞ്ഞ വാട്സാപ്പ് കോൾ, IMO കോൾ അല്ലെങ്കിൽ ഏതൊക്കെ കോൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം റിമൂവ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അത് വളരെ സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഇപ്പോൾ വാട്സാപ്പിൻ്റെ കോളാണ് നിങ്ങൾക്ക് അൺബ്ലോക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോൾ ഹിസ്റ്ററി കാണിക്കാതിരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് വാട്സാപ്പ് സെറ്റിങ്സിനകത്ത് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഫോർ ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാനുള്ളത്. ആ ലോക്ക് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. അത് നിങ്ങൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളുടെ ഐഫോണിൻ്റെ ലോക്കിംഗ് സിസ്റ്റമായിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ റിക്വയർഡ് ഫേസ് ID എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ട്, ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ഒരു റീലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആപ്ലിക്കേഷൻ നമുക്ക് ഹൈഡ് ചെയ്യാനും ലോക്ക് ചെയ്യാനും സാധിക്കുന്നത് അതേ സെയിം പ്രൊസീജിയറാണ്. ഇവിടെ റിക്വയർഡ് ഫേസ് ID എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു മാജിക് കാണേണ്ടത്. ഇനി നിങ്ങൾ കോൾ ആപ്പിനകത്ത് പോയിട്ട് കോൾ ഹിസ്റ്ററിയിൽ പോയിട്ട് ഞാൻ മുമ്പേ കാണിച്ച അതേ കോൾ ഹിസ്റ്ററി തന്നെയാണ്. ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ കോളുകളുടെ ലിസ്റ്റ് ഒന്നും കോൾ ഹിസ്റ്ററി കാണാൻ സാധിക്കത്തില്ല. കംപ്ലീറ്റ്ലി ഹിഡൻ ആയി. ഇനി നിങ്ങൾ വാട്സാപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും നമുക്ക് വാട്സാപ്പ് ഹിസ്റ്ററി ഒന്നും തന്നെ കോൾ ഹിസ്റ്ററിയിൽ അവൈലബിൾ ആകുന്നില്ല. ഇതുപോലെ തന്നെ ഞാൻ IMOയും ലോക്ക് ചെയ്തേക്കുവാണ്, iOS 18ൻ്റെ ഡിഫോൾട്ട് ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ആപ്ലിക്കേഷൻ്റെയും കോൾ ഹിസ്റ്ററി നമ്മുടെ ഫോൺ ആപ്പിൻ്റെ കോൾ ഹിസ്റ്ററിയിൽ വരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ അതാത് ആപ്ലിക്കേഷൻ ഈ ഒരു iOS 18ൻ്റെ ഡിഫോൾട്ട് ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഹിസ്റ്ററി അതിൽ വിസിബിൾ ആകത്തില്ല. ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക. അതിലാണ് നമ്മൾ ലോങ് ഫോർമാറ്റ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.